പോൾ തോമസ് ആൻഡേഴ്സന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ 166 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയാണ്. പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റിലേക്ക് എത്താൻ സാമാന്യം നല്ലപോലെ സമയമെടുക്കുന്ന ഒരു സിനിമയാണ് ഇത്. പക്ഷേ ഹ്യൂമറിനെ നരേറ്റീവിന്റെ ഭാഗമാക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ ഇവിടെ എൻഗേജിംഗ് ആണ്. സംഭവം ഒരു അച്ഛൻ മകൾ ബന്ധത്തിനെ കുറിച്ചുള്ള കഥയാണെങ്കിലും ഒരു ആക്ഷൻ പാക്ഡ് ഡ്രാമയുടെ സ്വഭാവവും വൈറ്റ് സുപ്രമിസിസ്റ്റുകളെ പരിഹസിക്കുന്ന ഒരു സട്ടയർ സ്വഭാവവും പടത്തിന് ആൻഡേഴ്സൺ കൊടുക്കുന്നുണ്ട്. സിനിമയിലെ കഥാപാത്രങ്ങൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തെ ബാക്ക്ഡ്രോപ്പിലേക്ക് നിർത്തിക്കൊണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഡ്രാമയുള്ള സ്റ്റോറി പറയാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അതിനകത്തേക്ക് വിമർശിക്കാനും സിനിമകളിൽ കാണുന്ന പല ട്രേറ്റുകളെ സ്പൂഫ് ചെയ്യാനും ആൻഡേഴ്സൺ ഹ്യൂമറിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇടതു വിപ്ലവകാരികളും ഭരണത്തിലുള്ള തീവ്ര വലതുപക്ഷവും തമ്മിൽ നടക്കുന്ന അഭയാർത്ഥികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിരം പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. പെർഫിഡിയ ബിവർലി ഹിൽസ് എന്ന സ്ത്രീയാണ് ഈ സമര പരിപാടികളുടെ പ്രധാന താരം. പാറ്റ് കാൽഹൻ എന്ന അവരുടെ പങ്കാളി ഇതുപോലത്തെ റിസ്ക് പിടിച്ച മിലിറ്ററിക്കൊക്കെ എതിരായിട്ടുള്ള ഇവരുടെ പല മിഷനുകളിലും കൂടെ പോകാറുണ്ട്. ഒരു ഘട്ടത്തിൽ പെർഫിഡിയ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. അതിനുശേഷം ഇവരുടെ ഓർഗനൈസേഷൻ നടത്തിയ ഒരു ഓപ്പറേഷന്റെ നടുവിൽ പെർഫിഡിയ പിടിക്കപ്പെടുന്നു. കുഞ്ഞിനെയും കൊണ്ട് പാറ്റിന് നാട് വിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ആ സംഭവത്തിന് 16 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ റബലുകളായിട്ടുള്ള വ്യക്തികളുടെ ജീവിതം കുറച്ചുകൂടെ അടുത്തു നിന്ന് കാണിക്കാനാണ് സിനിമ ശ്രമിക്കുന്നത്. അവർ പറയുന്ന വളരെ എക്സ്ട്രീം ആയിട്ടുള്ള രീതികളെ പിന്താങ്ങുന്നതിന് പകരം ഏതൊക്കെ സാഹചര്യങ്ങൾ അവരെ അങ്ങനെ ആക്കുന്നു എന്ന് കാണിക്കുകയാണ് പടം ചെയ്യുന്നത്. സിനിമയുടെ ഭൂരിഭാഗം സ്ഥലത്തും നമ്മൾ ഇതെല്ലാം കാണുന്ന ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പുമായിട്ട് കഷ്ടപ്പെട്ട് ചേർന്ന് പോകാൻ ശ്രമിക്കുന്ന പാറ്റ് എന്ന കഥാപാത്രത്തിന്റെ പെർസ്പെക്റ്റീവിലൂടെ കഥ പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ആൽഫ മെയിൽ അല്ല പാറ്റ്. ഒരർത്ഥത്തിൽ ഇത്തരത്തിലുള്ള റിസ്ക് പിടിച്ച വിപ്ലവങ്ങളിലൊന്നും നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല അയാൾ. പാറ്റിന്റെ കണ്ണിലൂടെ വിപ്ലവകാരികളൊക്കെ പൊതുവെ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് പോൾ തോമസ് ആൻഡേഴ്സൺ. പിന്നെ ഇതിന് പാരലലായിട്ട് നടക്കുന്ന കേണൽ സ്റ്റീവൻ ലോക്ജോ എന്ന കഥാപാത്രത്തിന്റെ ട്രാക്ക് ഉണ്ട്. എങ്ങനെയെങ്കിലും വൈറ്റ് സുപ്രീമസിസ്റ്റുകളുടെ രഹസ്യ സംഘടനയിൽ സ്വീകരിക്കപ്പെടുക എന്ന ആഗ്രഹത്തിൽ ജീവിക്കുന്ന ആളാണ് അയാൾ. ആള് വളരെ സീരിയസ് ആണ് എന്നത് തന്നെയാണ് സിനിമയിൽ സ്ക്രീനിൽ അയാളെ ഒരു കോമഡിയുടെ സോഴ്സ് ആക്കി മാറ്റുന്നത്. രാഷ്ട്രീയപരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള അഭയാർത്ഥികളും അവരെ സഹായിക്കുന്നവരുടെ അവസ്ഥയും ഒക്കെ ഈ സിനിമ കാണിക്കുന്നത് കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ടോണിലാണ്. ഈ സിനിമയിൽ ഒരു ഘട്ടത്തിൽ സാമാന്യ നീളത്ത് പോകുന്ന ഒരു ട്രാക്ക് ഉണ്ട്. പാറ്റ് തന്റെ മകളുടെ മാർഷൽ ആർട്സ് ട്രെയിനർ ആയിട്ടുള്ള വ്യക്തിയുടെ സഹായത്തോടെ രക്ഷപ്പെടാൻ നോക്കുന്ന ഭാഗമാണത്. ആ ഒരു ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ അഭയാർത്ഥികളെ സഹായിക്കുന്നവരൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പടം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ അവിടെയും മെയിൻ ലെയർ ആയിട്ട് നിൽക്കുന്നത് ഹ്യൂമറാണ്. ഈ കണ്ട പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിൽ മകളെ കണ്ടെത്താൻ ഒരു പാസ്വേഡ് ഓർക്കാൻ പറ്റാത്ത പാറ്റിന്റെ അവസ്ഥയൊക്കെ സ്ക്രീനിൽ നല്ലപോലെ കോമഡി സൃഷ്ടിക്കുന്നുണ്ട്. ഈ പടത്തിന്റെ അവസാനത്തെ ക്വാർട്ടറിലാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പഴയ ക്ലാസിക് ഹോളിവുഡ് സിനിമകളിൽ നമ്മൾ കാണുന്ന ആ വൈൽഡ് വെസ്റ്റ് വൈബ് ഈ പടത്തിന് ആ ഭാഗത്ത് കിട്ടുന്നുണ്ട്. പൊങ്ങിയും താഴ്ന്നും നീണ്ടുപോകുന്ന റോഡുകൾ നമ്മൾ കാണുന്ന ആ ഭാഗത്ത് പോൾ തോമസ് ആൻഡേഴ്സൺ ടെൻഷൻ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഗംഭീരമായിട്ടാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാറ്റ് എന്ന വ്യക്തിയുടെ കണ്ണിലൂടെ പല സ്ഥലത്തും കാര്യങ്ങൾ കാണിക്കുന്നത് കൊണ്ട് ഹ്യൂമർ അരോചകമായിട്ട് തോന്നാത്ത രീതിയിൽ തിരക്കഥയിൽ ഉൾപ്പെടുത്താൻ സംവിധായകന് സാധിക്കുന്നുണ്ട്. ബോബ് എന്ന് വിളിക്കപ്പെടുന്ന പാറ്റിന്റെ ഭാഗത്ത് നിന്ന് കഥ കാണിക്കുമ്പോൾ സിനിമാറ്റോഗ്രാഫി വളരെ ടർബുലന്റ് ആണ്. ക്യാമറ സൂം ചെയ്യുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ ആളുകൾ വളരെ റെയർ ആയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അത്തരത്തിൽ ക്യാമറയ്ക്ക് കാര്യമായ മൂവ്മെന്റുകളുള്ള രീതിയിലാണ് സിനിമാറ്റോഗ്രാഫി ആ ഭാഗങ്ങളിലുള്ളത്. എന്നാൽ ലോക്ജോയുടെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ വിഷ്വൽ ലാംഗ്വേജ് മാറുന്നുണ്ട്. കുറച്ചുകൂടെ കാം ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും എക്സ്ട്രീം ക്ലോസപ്പുകളും എക്സ്ട്രീം വൈഡുകളും തമ്മിൽ ഷഫിൾ ചെയ്ത് കളിക്കുന്ന ഒരു രീതി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സ്ക്രീനിൽ ഒരു നെഗറ്റീവ് എനർജി ആ രീതിക്ക് സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് അങ്ങനെ സാധിക്കുന്നുണ്ട്. സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ കാണുന്ന ആക്ഷൻ ബ്ലോക്കുകൾ സാമാന്യം ബ്രൂട്ടലാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഒരുപക്ഷെ കൂടുതലായിട്ട് ചെലവാക്കിയിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന റയറ്റുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാവും. പക്ഷേ സ്കെയിൽ കാണിക്കാൻ വേണ്ടിയുള്ള ഗിമ്മിക്കുകളൊന്നും തന്നെയില്ല. പല സീനുകളും കണ്ടാൽ യഥാർത്ഥ ലൊക്കേഷനിൽ പോയി ഗറില്ല മോഡിൽ ഷൂട്ട് ചെയ്ത പടമാണോ എന്ന് തോന്നിപ്പോ. ഒരർത്ഥത്തിൽ ലിയനാർഡോ ഡികാപ്രിയോ ഈ സിനിമയ്ക്ക് കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള റീച്ച് കൊടുക്കാൻ വേണ്ടി കാസ്റ്റ് ചെയ്യപ്പെട്ടതാണ് എന്ന് പറയാം. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്ന ബോബ്. ബോബിന്റെ തത്രപ്പാടുകൾ കാണുമ്പോൾ അത് റിയൽ ആയിട്ട് തോന്നുകയും വേണം, അതോടൊപ്പം തന്നെ നമുക്കത് കണ്ടാൽ ചിരി വരികയും വേണം. ആ ഒരു ബാലൻസ് ക്രാക്ക് ചെയ്യാൻ ഡികാപ്രിയോയ്ക്ക് സാധിക്കുന്നുണ്ട്. കേണലായിട്ട് വന്നിട്ടുള്ള ഷോൺ പെൻ ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പതറിപ്പോകുന്ന കേണലിനെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വല്ലാതെ തിയേറ്ററിക്കൽ ആയിട്ടുള്ള അഭിനയം കാഴ്ചവെക്കാതെ പുറമേ നിന്ന് ടഫായി നിൽക്കുന്ന ആ മനുഷ്യന്റെ ഫ്രജൈലായ സൈഡ് കാണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഈ സിനിമ കഴിയുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും വളരെയധികം ഓർത്തിരിക്കാൻ സാധ്യതയുള്ള പെർഫോമൻസ് വന്നിട്ടുള്ളത് വില്ല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചേസ് ഇൻഫിനിറ്റിയിൽ നിന്നാണ്. അച്ഛൻ പറഞ്ഞാൽ കേൾക്കാൻ മടിക്കുന്ന കൗമാരിക്കാരിയിൽ നിന്ന് തുടങ്ങി പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് ഏത് വിധേനയും രക്ഷപ്പെടാൻ നോക്കുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ ഇവല്യൂഷൻ
ഗംഭീരമായിട്ട് തന്നെ ചേസ് സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പെർഫിഡിയ എന്ന യാതൊരു ഭയവും ഇല്ലാത്ത കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ടിയാന ടൈലർ ആണ്. ബെനീഷ്യോ ഡെൽ ടോറോ, റെജീന ഹാൾ എന്നിവരും മെമ്മറബിൾ ആയിട്ടുള്ള സപ്പോർട്ടിംഗ് റോളുകളിൽ വരുന്നുണ്ട്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഒരു സ്ലോ ബേണിംഗ് ത്രില്ലറാണ്. ഇതിന്റെ പശ്ചാത്തലം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സമയം അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ പ്ലോട്ടിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ ആ ഭാഗങ്ങളിൽ എഴുത്തിൽ വന്നിട്ടുള്ള ഹ്യൂമർ സിനിമയെ സഹായിക്കുന്നുണ്ട്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും തീവ്ര വലത് രാഷ്ട്രീയത്തിന്റെ ഐഡിയോളജികളെ പരിഹസിക്കുന്ന ഒരു ടൈലന്റും ഉപയോഗിച്ച് ഒരു ഇലാബറേറ്റ് ആയിട്ടുള്ള ഡ്രാമ ബിൽഡ് ചെയ്യാൻ ഈ സിനിമയിലൂടെ പോൾ തോമസ് ആൻഡേഴ്സിന് സാധിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്